ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് ഒരുപാട് പരിചയമുള്ള ഒരാളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. രഞ്ജിത്ത് സജീവാണ്. ഹായ് രഞ്ജിത്ത്, എങ്ങനെയുണ്ട്? IFFK ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം. സോ ഐ റിയലി വോണ്ട് ടു കം ഹിയർ ഫോർ എ വൈൽ. പക്ഷേ കഴിഞ്ഞ വർഷം പറ്റിയില്ല, കാരണം ഷൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പം വരാൻ സാധിച്ചു. അതുകൊണ്ട് ഐ ബി ഹിയർ ഫോർ ദ നെക്സ്റ്റ് 2 days. ഇവിടുത്തെ പടങ്ങളൊക്കെ ഒന്ന് കണ്ടു. ഐ ജസ്റ്റ് വോണ്ട് ടു ഫീൽ ദ വൈബ് ഓഫ് ഇറ്റ് മൊത്തമായിട്ട്. ആൻഡ് സോ ഫാർ ഇറ്റ്സ് അമേസിംഗ് ഫോർ ഓൾ ഫിലിം ലവേഴ്സ്. ഒരു ഭയങ്കര ഒരു അവരുടെ ഒരു സ്പേസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. സോ ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ് ആൻഡ് എക്സൈറ്റഡ് ടു സീ എ ഫ്യൂ ഫിലിംസ്. ഇന്ന് കുറച്ചൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണോ കാണാൻ പോകുന്നത്? ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം. അതെ അതെ. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഇന്ന് വന്നിട്ടേ ഉള്ളൂ അതോ നേരത്തെ വന്ന കുറച്ച്? അല്ല, ഇന്ന് രാവിലെ എത്തിയത്. ഐ ബി ഹിയർ ഫോർ ദ നെക്സ്റ്റ് 3 days. ഒരു 18ാം തീയതി വരെ ഇവിടെ ഉണ്ടായിരിക്കും. സോ അതെ, അപ്പം മാക്സിമം ഇവിടുത്തെ പടങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ വൈബൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ പോകുമെന്ന് വിചാരിച്ചു. നമുക്കറിയാം കൽബ്, അതുപോലെ തന്നെ മൈക്കിലൂടെയാണ് നമ്മൾ ഒരുപാട് പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്തത് അല്ലേ രഞ്ജിത്തിനെ. എനിവേ, ഇപ്പോൾ രഞ്ജിത്ത് പുതിയ പ്രോജക്ട്സ് ഒന്ന് പറയും. യെസ്, ഇപ്പം ഹാഫ് എന്ന് പറഞ്ഞ പടം അതിന്റെ ഷൂട്ട് തീർന്നു. നമ്മുടെ ഗോളം ചെയ്ത സെയിം ഡയറക്ടറിന്റെ കൂടെ. അതൊരു ഇറ്റ്സ് എ ബിഗ് ആക്ഷൻ പടമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം ഇൻഡസ്ട്രീൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകുന്ന ഒരു പടമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ഹോപ്സ് ഉണ്ട് ആ പടത്തിന് വേണ്ടി. ഇറ്റ്സ് റിലീസിങ് നെക്സ്റ്റ് ഇയർ. സോ കീപ് സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അധികം വൈകാതെ കുറച്ച് ഡീറ്റെയിൽസ് റിവീൽ ചെയ്യാം അതിനെ പറ്റി. ഇപ്പം അതിന്റെ വിശേഷമായി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. അത് ഫസ്റ്റ് ടൈം അല്ലേ IFFK വരുന്നു എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടൈം വരുമ്പോൾ തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ ഫിലിംസിനേക്കാളും കൂടുതലും കുറച്ചുകൂടി സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് IFFK എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ തോന്നുന്നു? കൂടുതലും ഒരു ഫിലിമിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ലൈക്ക് ഈ ഒരു വേദി എക്സ്പ്ലോർ ചെയ്യാതെ പോകുന്നത് മോശമാണ് എന്ന് തോന്നുന്നു, അതായത് നമുക്കൊരു മിസ്സിംഗ് ആണ് എന്ന് തോന്നാറുണ്ടോ? ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ അടുത്ത് പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, എനിക്കൊന്ന് രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമേഴ്ഷ്യൽ ഫിലിം എന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പർ എൻ്റർടൈനർ രീതിയിൽ എടുക്കാം. നമ്മളൊരിപ്പം ഒരു പടത്തിൻ്റെ ഒരു ടെക്നിക്കൽ അറിവ് വെച്ച് നോക്കി ഓബ്വിയസ്ലി കുറച്ചുകൂടെയും ഈ ഫെസ്റ്റിവലിൽ കളിക്കുന്ന ഫിലിംസിന് കുറച്ചുകൂടെയും അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഐ തിങ്ക് ഡിഫറെൻറ്റ് ഓഡിയൻസിന് വേണ്ടി ഇത് കേറ്റർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് രണ്ടും വേണം, രണ്ടിൻ്റെ ബാലൻസ് വേണം. ബിക്കോസ് അത് എൻഡ് ഓഫ് ദി ഡേ സിനിമ എന്ന് പറഞ്ഞൊരു വിഷ്വൽ മീഡിയമാണ്. നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിനെപ്പറ്റി പഠിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കും അവർക്ക് കുറച്ച് അറിവൊക്കെ തരുന്ന ഒരു മേഖല ആയിരിക്കണം, ഒരു ഏരിയ ആയിരിക്കണം. സോ ഐ തിങ്ക് രണ്ടും ബാലൻസ് ചെയ്ത് പോകണം. സോ ഐ തിങ്ക് ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ഇറ്റ്. കാരണം ഇവിടെ നിന്ന് വന്നാൽ സോ ഒബ്വിയസ്ലി ഇപ്പം തിയേറ്റേഴ്സ് ഓൾറെഡി ഒരുപാട് കമേഴ്ഷ്യൽ പടങ്ങൾ കളിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആസ് എ സിനിമ ലവർ, സിനിമ പ്രേമിക്കുന്ന ഒരാളായിട്ട് ലൈക്ക് ഇഫ് യു വോണ്ട് ടു നോ അബൌട്ട് സിനിമ, ദ ഹിസ്റ്ററി ഓഫ് ഇറ്റ്, എനിക്കൊന്ന് ഈ പടങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ അറിവ് വരുന്നു. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ബാലൻസ് ഓഫ് ബോത്ത്. അങ്ങനെ നമ്മളൊരു ഫെസ്റ്റീവ് മൂവ് ഫിലിമിലൊക്കെ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? ഉറപ്പായിട്ടും. ലൈക്ക് ഐ സെഡ്, ഞാൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ ആം എ പെർഫോമർ, ഐ ആം ആൻ ആക്ടർ. നല്ല പടമാണെങ്കിൽ ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഗുഡ് ഫിലിംസ്. ഐ വോണ്ട് എന്റർടൈൻ ഓൾ ഓഫ് യു. നിങ്ങൾക്ക് നല്ലൊരു പടം ഉണ്ടാക്കി തരണം. സോ ദാറ്റ്സ് മൈ ഗോൾ. സോ ഹോപ്പ്ഫുള്ളി നല്ല എന്തെങ്കിലും അങ്ങനെ വന്ന് ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ ഇപ്പോൾ പ്രൊഡ്യൂസും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ഡയറക്ഷനിലേക്ക് എങ്ങനെയാണ് കൈകടത്തുന്നുണ്ടോ? അത് ഞാൻ ആക്ടറായിട്ടൊന്ന് കുറച്ച് സ്റ്റേബിൾ ആവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. പക്ഷേ റൈറ്റ് നൗ ഐ ആം ജസ്റ്റ് ലൈക്ക് റിയലി ആക്ടിങ്ങിൽ ഫുള്ളി ഫോക്കസ്. ബട്ട് ഡെഫിനറ്റ്ലി എനിക്ക് ഫിലിം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മേഖല. സോ ലെറ്റ്സ് സീ, മേ ബി 10-15 years ഇൻ ദ ഫ്യൂച്ചർ പറയാൻ പറ്റത്തില്ല. ബട്ട് അറ്റ് ദ മൊമെന്റ് ഐ ആം ജസ്റ്റ് ഫുള്ളി ഫോക്കസ്ഡ് ആസ് ആൻ ആക്ടർ. ആ രീതിയിലാണ് പോകുന്നത്. അതെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.